2027 സെൻസസിന്റെ ഭാഗമായുള്ള സ്വയം വിവരങ്ങൾ സമർപ്പിക്കലിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പൊതുജനങ്ങൾക്ക് ഔദ്യോഗിക സെൻസസ് പോർട്ടൽ വഴി ഓൺലൈനായി ഈ വിവരങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും. അതേസമയം സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം പേരും വിവരങ്ങൾ സമർപ്പിച്ചിട്ടില്ല. CV അനുമോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, ഇപ്പോഴും ഈ വിവരങ്ങൾ സമർപ്പിക്കാൻ ഇനിയും ആളുകൾ ഒരുപാട് ബാക്കിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനെപ്പറ്റി ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു സാഹചര്യം കൊണ്ടാണോ ഇത്തരമൊരു ഇങ്ങനെ ആളുകൾ വിവരങ്ങൾ സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ലഭിക്കാത്തത്, അതോ ഇനി ഇതിൽ കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടാകുമോ? മുന്നോട്ടുള്ള നടപടികൾ എങ്ങനെയൊക്കെയായിരിക്കും? അനുശ്രീ, ഗുഡ് മോർണിംഗ്. സെൽഫ് എന്യൂമറേഷൻ്റെ, അതായത് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ളതിൻ്റെ സമയപരിധി ഇന്ന് രാത്രി അവസാനിക്കുകയാണ്. ഇതുവരെ ലഭ്യമായ കണക്ക് പ്രകാരം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം സെൽഫ് എന്യൂമറേഷൻ നടന്നിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്താണ് മലപ്പുറം ജില്ല ഉള്ളത്. മലപ്പുറം ജില്ലയിൽ ഇതുവരേക്കും 79,685 പേർ, ഇന്നലെ രാത്രി വരെയുള്ള കണക്കാണ്, സെൽഫ് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ 80,000 എന്നൊരു കണക്കിലേക്ക് എത്തുമ്പോഴും അത്തരത്തിൽ ഈ രേഖപ്പെടുത്തിയത് ഓരോ വ്യക്തികളുടെ എണ്ണമാണ്. അതായത് ഒരു വീട്ടിലെ ഒരാളായിരിക്കും ഈ എന്യൂമറേഷൻ നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ 4-5 ഗുണിതങ്ങളായിട്ട് വേണം കണക്കാക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ 80,000 പേർ മലപ്പുറം ജില്ലയിൽ എന്യൂമറേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 4-5 ലക്ഷം പേരുടെ എന്യൂമറേഷനാണ് പൂർത്തീകരിച്ചിട്ടുള്ളതെന്ന് പറയേണ്ടി വരും. മലപ്പുറം ജില്ലയിൽ ഏകദേശം 40 ലക്ഷത്തിലധികം പേർ കഴിഞ്ഞ കണക്ക് പ്രകാരം അതുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ 9 ലക്ഷത്തിലേറെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഏകദേശം ഒരു കണക്ക്. അപ്പോൾ ഒരു 10% പേർ മാത്രമാണ് ഈ സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളത് എന്ന തരത്തിലേക്കാണ് മലപ്പുറം ജില്ലയിലെ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത്. അതായത് വളരെ കുറച്ചു പേർ മാത്രമാണ് സെൽഫ് എന്യൂമറേഷനുമായിട്ട് സഹകരിച്ചിട്ടുള്ളത് എന്ന് വേണം ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ സമാനമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നിലവിലുള്ള ജനസംഖ്യയുടെ 10% മാത്രമാണ് പലയിടത്തും ഈ സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുൻപിലുള്ളത്. രണ്ടാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയുണ്ട്, മൂന്നാം സ്ഥാനത്താണ് തിരുവനന്തപുരം, നാലാം സ്ഥാനത്താണ് തൃശ്ശൂർ എന്നിങ്ങനെയാണ് ഈ എന്യൂമറേഷൻ്റെ കണക്കുകൾ ലഭ്യമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തീർച്ചയായിട്ടും ആളുകൾക്ക് പൂർണ്ണമായിട്ടും ഇതേക്കുറിച്ച് ഒരു ചില ആശങ്കകൾ, എങ്ങനെ ചെയ്യണം, അതിൽ സാങ്കേതികമായിട്ട് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പൂർത്തീകരിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ കൃത്യമായിട്ടൊരു സഹായമുണ്ടെങ്കിൽ മാത്രമാണ് ഇത് വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുക. അതിൻ്റെ ഒരു തടസ്സം പലയിടത്തും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ എന്യൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനാവുന്ന. പലയിടത്തും ക്യാമ്പുകൾ നടത്തുകയും വിദ്യാർത്ഥികളെയൊക്കെ ഇതിനെ നിയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. എന്താണെങ്കിലും പക്ഷേ അത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമല്ല. കാരണം നാളെ മുതൽ നേരിട്ട് വീടുകളിലെത്തി സെൻസസ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരിക്കും. അവരുടെ ജോലി കുറെ കൂടി ലഘൂകരിക്കാനാണ് സെൽഫ് എന്യൂമറേഷൻ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നത്. ഇനിയിപ്പോൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്തവർക്ക് ഉദ്യോഗസ്ഥർ വരുമ്പോൾ, സെൻസസിൻ്റെ കാര്യങ്ങൾക്കായി ഉദ്യോഗസ്ഥർ വരുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ നമ്പർ, ആ കോഡ് അവർക്ക് കൈമാറിയാൽ മാത്രം മതി. അതിൽ തിരുത്ത് വരുത്തണമെങ്കിൽ തിരുത്തൽ വരുത്താനും സാധിക്കും. എന്നാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് രാത്രി 12 മണി വരെയാണ് ഈ ഒരു സമയപരിധി എന്നിരിക്കെ പരമാവധി പേരെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യിക്കാനുള്ള നീക്കത്തിലാണ് ഉദ്യോഗസ്ഥരും. അതിനുള്ള ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. പലപ്പോഴും അവസാന ഘട്ടത്തിൽ സാങ്കേതികമായിട്ട് ചില പ്രശ്നങ്ങൾ കാരണം പലർക്കും ഇത് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടും പലരും പങ്കുവെക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഇന്ന് രാത്രിയോടെ സെൽഫ് എന്യൂമറേഷൻ അവസാനിക്കും. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ജനസംഖ്യ കണക്കെടുപ്പിനുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട നടപടികൾ. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ മലപ്പുറം ജില്ല വിഭജനത്തിൻ്റെ പുനഃക്രമീകരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ശക്തമായി ഉയർന്നു നിൽക്കുകയാണ്. ഈ ജനസംഖ്യ കൃത്യമായിട്ടുള്ള കണക്കെടുപ്പിൻ്റെ സമയം വരുന്നത് 50 ലക്ഷത്തിലേറെ പേർ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ല, അതിൽ കണക്ക് കൃത്യമായി എത്തുമ്പോൾ അത് ജില്ലാ പുനഃക്രമീകരണത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ വഴി തുറക്കുന്ന ഒന്നുകൂടിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണെങ്കിലും ഇന്ന് രാത്രിയോടെ നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ ജില്ലയിലെ എത്ര ശതമാനം പേർ ഇതുമായിട്ട് സഹകരിച്ചു എന്നുള്ളൊരു കൃത്യമായ കണക്ക് ലഭ്യമാകും. നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളമാണ് ഏറ്റവും മുൻപിലുള്ള ഒരു ജില്ല. രണ്ടാമത്തെ സ്ഥാനത്താണ് ഇപ്പോൾ മലപ്പുറം ഉള്ളത്. പക്ഷേ ജനസംഖ്യാ കണക്കുമായി പരിശോധിക്കുമ്പോൾ മലപ്പുറത്തിൻ്റെ ജനസംഖ്യയുടെ ഒരു 10% പേർ മാത്രമാണ് ഇപ്പോഴും ഇതുമായി സഹകരിച്ചിട്ടുള്ളത്. ശരി, CV അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.